എത്ര മുകളിൽ പോയാലും താഴെ വന്നേ സമ്മാനം കിട്ടുകയുള്ളൂ. ഇതൊരു പഴമൊഴിയാണ്. എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയാറുണ്ട്, ഒരു വാതിൽ അടഞ്ഞാൽ 9 വാതിൽ തുറന്നു കിടക്കും. ഇരട്ട ഡോറുള്ള വാതിലിന്റെ ഒരു വാതിൽ അടഞ്ഞു കിടക്കുമ്പോൾ മറ്റേ വാതിൽ തുറന്നു കിടക്കുന്നത് കൂടി നമ്മൾ കാണുക. പരാതികളും പരിഭവമില്ല. എത്ര ഉന്നതങ്ങളിൽ ഇപ്പോൾ പൈലറ്റായി പോയാലും, ആകാശത്ത് പോയാലും, ബഹിരാകാശത്ത് പോയാലും, നമ്മുടെ ഇപ്പോൾ പോയിട്ടുണ്ടല്ലോ, നമ്മുടെ ശൂന്യാകാശത്ത് പോയിട്ട് വന്ന സുനിത വില്യംസ് ഒക്കെ ഉണ്ടല്ലോ. സമ്മാനം കിട്ടുന്നത് എപ്പോഴും താഴെ വെച്ചായിരിക്കണം. അല്ല ചന്ദ്രനിൽ വെച്ച് സമ്മാനം കൊടുത്താൽ അതിനൊരു സൗന്ദര്യവും കൗതുകവും ഇല്ലല്ലോ. സമ്മാനം കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും എല്ലാവർക്കും ആകാശത്ത് പോയെന്ന് സമ്മാനം കൊടുക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പൊ സമ്മാനം കൊടുക്കുന്നതും വാങ്ങുന്നതും കാണാനും ബന്ധുക്കൾക്കും എല്ലാം പറ്റുന്നത് താഴെ വെച്ചിട്ടാണ്. അപ്പോൾ എത്ര ഉയരങ്ങളിൽ പോയാലും സമ്മാനം കിട്ടണമെങ്കിൽ താഴെ വന്നേ കഴിയൂ. അത് നീരുള്ള നിലത്തിലെ വെള്ളം ഓടുകയുള്ളൂ, എന്ന് താഴ്ന്ന ഇടത്തേക്ക് ജലം പോവുകയുള്ളൂ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉയർന്ന എത്ര ഉന്നതങ്ങളിൽ പോയാലും, പർവ്വതങ്ങൾ കീഴടക്കിയാലും, ശൂന്യാകാശം കീഴടക്കിയാലും സമ്മാനം വേണമെങ്കിൽ, സമ്മാനത്തിന് മാധുര്യം വേണമെങ്കിൽ, അതിനൊരു സൗന്ദര്യം വേണമെങ്കിൽ, ഒരു മനോഹാരിത വേണമെങ്കിൽ താഴെ എത്തണം, നിലത്ത് തൊടണം. ഈ ബാലപാഠം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം. ജീവിതത്തിൽ ഒരുപാട് ഉന്നതങ്ങളിൽ നമ്മൾ പോകും. പക്ഷേ ഉന്നതങ്ങളിൽ പോകുമ്പോഴും നമ്മൾ സമ്മാനം കിട്ടണമെങ്കിൽ താഴെ എത്തുക എന്ന് പറയുന്ന അർത്ഥം നിലത്തിറങ്ങി നിൽക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ വിനയപ്പെട്ട് ഭൂമിയോളം താഴ്ന്നു തന്നെ വരണം. അങ്ങനെ വരാനും കൂടി മനസ്സില്ലാത്തവർക്ക് സമ്മാനം കിട്ടാൻ സാധ്യതയുമില്ല. ഒരു മരം എത്ര ഉയരത്തിലേക്ക് പൊങ്ങിയിട്ടുണ്ടോ അത്രയും ഉയരത്തിൽ നിൽക്കുമ്പോഴും കൊടുങ്കാറ്റിനെയും പേമാരിയെയും എതിർത്ത് തോൽപ്പിക്കാൻ കഴിയുന്നത് എത്ര ഉയരത്തിലോട്ട് പോയിട്ടുണ്ടോ അത്ര തന്നെ ആഴത്തിലേക്കും അതിൻ്റെ വേരുകൾ പടർപ്പിലും പരപ്പിലും താഴ്ചയിലും പോയിരിക്കും. അങ്ങനെ ആഴത്തിലും പരപ്പിലും താഴ്ചയിലേക്കും പോയിട്ടുള്ള വേരുള്ള മരങ്ങൾ മാത്രമേ അങ്ങനെ പ്രതിരോധിച്ച് ഇവിടെ നിന്നിട്ടുള്ളൂ. അപ്പോൾ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കുക. ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോഴും താഴ്ന്നു വന്നാൽ മാത്രമേ, താഴെ വന്നാൽ മാത്രമേ സമ്മാനമുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തെ ആ നിലയിൽ നമുക്ക് കാണാൻ കഴിയണം. ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് നാം സ്വപ്നം കാണുമ്പോൾ, ഉയരങ്ങളിലേക്ക് പറക്കുമ്പോഴും, പരുന്തിനെ പോലെ മഴമേഘങ്ങൾക്ക് മുകളിലൂടെ സഞ്ചരിക്കുമ്പോഴും താഴെ എത്തി മയിലിനെ പോലെ നൃത്തം ചെയ്യാൻ കഴിയുന്നത് കൂടി മനസ്സിൽ കണ്ടുകൊണ്ടുള്ള താഴ്മയുടെ, എളിമയുടെ, വിനയത്തിൻ്റെ രീതിയും ഭാഷയും കൂടി പഠിക്കുമ്പോഴാണ് നമ്മൾ മഹത് വ്യക്തികളാകുന്നത്, മഹത്വവൽക്കരിക്കപ്പെടുന്നത്. ഗൗരവം ആലോചിക്കുക. ഉയരങ്ങളിലേക്ക് പറന്നാലും സമ്മാനം താഴത്ത് വെച്ച് തന്നെ.